പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീനടയാണ്. മീനട എന്ന് വെച്ചാൽ സ്പെഷ്യലാണ്. നല്ല അയിലൊക്കെ വെച്ച് ഫ്രൈ ചെയ്ത് എടുത്തു വെച്ച ഒരു വെറൈറ്റി മീനടയാണ്. അപ്പം കണ്ടിട്ട് ഓടിവായോ. നമ്മൾ ഉണ്ടാക്കുന്നതിന് നല്ല മീനട കണ്ട, നല്ല അയില ഇട്ടിട്ടുണ്ട്. ഇത് സാധാ മീനടല്ല, വെറൈറ്റിയാണ്. ഞാൻ എൻ്റെ കടയിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടായിട്ട് വിഷലൊക്കെ വന്നിട്ട് നല്ല വൈറലായിട്ടുണ്ട് ആ മീനട. അപ്പോൾ നിങ്ങൾ ആ മീനട ഒന്ന് കണ്ടു നോക്കണം. ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യലാണ്. വലിയ ഇല വെച്ചിട്ടല്ല, ചെറുതായിട്ട് നമ്മൾ ഉണ്ടാക്കി ഒന്ന് ഫ്രൈ ഒക്കെ ചെയ്തിട്ടാക്കുന്നതാണ്. അപ്പോൾ എന്തായാലും കാണണം. നമുക്ക് മീനടയാക്കാൻ വേണ്ടിയിട്ട് ഇലയില്ല, അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് പറിക്കണം. അവിടെ പോയിട്ട് കുറച്ച് ഇല വാറിയിട്ട് വരട്ടെ. ഇങ്ങനെ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ്. മേലയിലുണ്ട്, അപ്പുറത്ത് ഇപ്പുറത്തെല്ലാം ഉണ്ട്. എവിടെ നിന്ന് പറിക്കാൻ നോക്കട്ടെ, ആളുള്ള സ്ഥലത്ത് നിന്ന് പോയിട്ട് പറിക്കാം. ഞാനങ്ങനെ ശബാൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. 2 ഇല വാറട്ടെ. ഓളില്ലെങ്കിൽ ഇതിൻ്റെ ഇലേൻ്റെ മേലയിൽ ഞാൻ 2 ഇല എടുത്തു എന്നുള്ള പേര് എഴുതി വെച്ചിട്ടാണ് ഞാൻ പറിച്ചുകൊണ്ട് വന്നത്. അപ്പം വിളിച്ചു നോക്കിയിട്ട് ഓളകത്ത് കുഞ്ഞിക്കായി കുറച്ച് കോഴികളെല്ലാം ഉണ്ടല്ലോ. ഇവളിപ്പോൾ കോയിനെല്ലാം മേടിച്ചിന്. ഇതുണ്ടല്ലോ കുഞ്ഞിക്കായികൾ. ഇതെന്ത് ഗിനിക്കോയി ഉണ്ടാ? നല്ല ഗിനിക്കോയി ഉണ്ട് ഉണ്ടാ. അപ്പം ഇവള് കുറച്ച് കൃഷിയും കാര്യമെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. റംബൂട്ടാനുണ്ട്, എല്ലാം ഉണ്ട് ഉണ്ടാ. അപ്പം വയന്ന് 2 ഇല വരട്ടെ. നമ്മൾ മീനടയിലേക്കുള്ള അരി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി, ജീരക, ആവാശി ഇട്ടിട്ടുണ്ട്. ഇനി തേങ്ങയും കൂടി ഇടണം. കുറച്ച് തേങ്ങ അരിയിലിടും, ബാക്കി നമുക്ക് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാനുള്ള പണ്ടാക്കാനാണ്. ആ പണ്ടെന്ന് പറയുമ്പോൾ മധുരമുള്ളതല്ല, നമ്മൾ ആ മീനൊക്കെ വെച്ചിട്ട് നല്ല എരിവുള്ള പണ്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ മീനൊന്ന് മസാലയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെറും 3 മീൻ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുഴുവനായിട്ടല്ല നുള്ളി ഇട്ടിട്ടാണ് ഇടുന്നത്. അതുകൊണ്ട് ഇത്രയേ വേണ്ടൂ, കൂടുതലൊന്നും ഉണ്ടാക്കുന്നില്ല, കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇതിനകത്ത് മസാല ചേർക്കുന്നതെന്ന് വെച്ചാൽ വെറും മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വേറെ ഒരു മസാലകളും ചേർക്കുന്നില്ല. ഇത്ര മാത്രമേ വേണ്ടൂ. നമ്മളിനി ഇതിൻ്റെ പണ്ടാക്കുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടി മസാല ചേർക്കും. നമ്മൾ അയലക്കുട്ടന്മാർ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഉള്ളി, വെളുത്തുള്ളിയും തക്കാളി അതൊക്കെ ഇട്ടിട്ട് വഴറ്റിയിട്ടിടണം. അപ്പോൾ അത് ഞാൻ വേഗം മുറിച്ചിട്ടിട്ട് ഇതിനകത്തിട്ട് വഴറ്റിട്ട് നമ്മൾ തേങ്ങ അരക്കുന്നതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉള്ളി, പെരിഞ്ചീരകം ഇത്രയൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വെള്ളം വെച്ചാൽ മതി, കൂടുതൽ വെള്ളമൊന്നും വേണ്ട. അപ്പോൾ ഇതൊന്ന് വേഗം അരക്കട്ടെ. ഞാനങ്ങനെ പച്ചക്കറിയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, തക്കാളി, ഇഞ്ചി, ഈ ഐറ്റംസാണ് നമ്മൾ മസാലയിൽ ചേർക്കുന്നത്. പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. എനിക്ക് പച്ചമുളകിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടം, അതുകൊണ്ടാണ് പച്ചമുളക് എപ്പോഴും എല്ലാ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ കൂടുതൽ ഇടുന്നത്. അപ്പോൾ ഇതൊന്ന് വഴറ്റട്ടെ. ഏകദേശം കണ്ട വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരപ്പ് സെറ്റായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് ഇതിനകത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് എല്ലാം ഒന്ന് കൂടുതൽ വെള്ളം നമ്മൾ ഒഴിക്കണ്ട കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിക്കാണ്ടാണ് നമ്മൾ ആക്കുന്നത്. അപ്പോൾ അതൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് അതിനകത്ത് മീനും കൂടി ഇട്ട് കൊടുക്കാം. ഞാനങ്ങനെ എല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. ഇനി മീൻ വറുത്തതും കൂടി അതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് നല്ലോണം തിളച്ച് വറ്റി വരുമ്പോൾ, കൂടുതൽ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് വേഗം അത് വറ്റി വരുമ്പോൾ നമുക്ക് മസാലയൊക്കെ എടുത്തിട്ട് അരിയിൽ സെറ്റാക്കാം കേട്ടോ. നമ്മൾ മീനിനകത്ത് കണ്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല അയില ഫ്രൈ. ഇത് ഇച്ചിരി വണ്ണുണ്ട്, അപ്പോൾ അതിനകത്ത് നിന്ന് ആട്ടെ. ഇനി ഒന്ന് അടച്ചു വെക്കുമ്പോഴത്തേക്ക് അത് ഇതിനകത്തേക്കെല്ലാം മസാല പിടിച്ച് അങ്ങനെ ഇരുന്നോളും. നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് കണ്ടോ. ലാസ്റ്റ് ഒന്ന് ഓഫാക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പച്ചമുളകെല്ലാം ഇങ്ങനെ മേലയിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്താ പറയുക, ആ പച്ചമുളകിൻ്റെ ഒക്കെ മണം ഇങ്ങനെ വരുന്നുണ്ട്. എനിക്ക് പച്ചമുളകിൻ്റെ മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം ആയിട്ടുള്ള ആ ഒരു മണം ഉണ്ടല്ലോ, നല്ല ഇഷ്ടം. അപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മീനൊന്ന് നുള്ളിയിടണം. അതൊന്ന് ചൂട് തണിഞ്ഞിട്ട് നുള്ളിയിടാം, അല്ലെങ്കിൽ എൻ്റെ കൈയൊക്കെ പണിയാകും. ഇനിയിപ്പോൾ ചൂട് തണിഞ്ഞിട്ട് നുള്ളിയിടാം. എല്ലാം മുള്ള കളഞ്ഞിട്ടുണ്ട് കണ്ട. മുള്ള ഇതുപോലെ കിട്ടും കണ്ട. തലയുണ്ട്, ഈ തല ഞാൻ വെയ്യത്തുനിന്നും കേട്ടോ. ഇപ്പം നിങ്ങളെ മുമ്പ് തിന്നാൻ കഴിയിട്ടാന്ന് കുറച്ച് കഴിഞ്ഞ് ഞാൻ തിന്നു. എനിക്ക് ഇഷ്ടം ഈ പൊരിച്ചതല. അയിലേൻ്റെ ആയാലും മത്തീൻ്റെ ആയാലും എല്ലാം എനിക്ക് കണ്ട. തേങ്ങ ചെറിയെന്ന് പറയാനാവില്ല, എല്ലാം അടർന്നു പോയിട്ടുണ്ട്. കുറേ ഉണ്ട് അങ്ങനത്തെ. അത് നമുക്ക് അരി അരക്കുന്നതിൽ കൂട്ടാം. നല്ലത് നമുക്ക് മസാലയാക്കാനും എടുക്കാം. കുറേ ഉണ്ട് അങ്ങനത്തെ കണ്ട. കൂടുതലും അങ്ങനെ ഇതായിട്ട് വന്നതാണ് ഇതാ. അപ്പം ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ട്. ഇനി വേഗം ഞാൻ ഇതൊന്ന് അരക്കട്ടെ. ഇതാ അരി അരച്ചിട്ടുണ്ട്. നല്ലോണം അരയറേ. അപ്പോൾ അത്യാവശ്യം അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിയിൽ ഉപ്പിടുന്നുണ്ട്.
ഇനി നല്ലോണം കുഴച്ച് കൊടുക്കട്ടെ. അരി കുഴച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മസാല ഈ അരി പരത്തിയിട്ട് ഫില്ല് ചെയ്യാൻ. വേഗം തന്നെ അടുപ്പത്താക്കാന്ന് വെച്ച് കുറ്റിമിരാശെല്ലാം ഉറങ്ങുന്ന മുമ്പ് നമുക്കിത് കൊടുക്കണം. വൈകുന്നേരത്തെ ചായക്കായാലും രാത്രി കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് നാളെ രാവിലെയും കഴിക്കാം, ഒന്നും ആവുന്നില്ല. നമുക്കപ്പോൾ 3 ആളല്ലേ ഉള്ളൂ, അത്രയേ വേണ്ടൂ. നന്നായിട്ട് കുഴക്കട്ടെ. ഇത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ കല്ലുമ്മക്കായ്ക്കും ഇലയടക്കെല്ലാം കുഴക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് കുഴക്കേണ്ടത്. ഇപ്പോൾ കുഴഞ്ഞിട്ടുണ്ട്. ഇനി മസാല എടുത്തിട്ട് വരാം. നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തൂക്കണേ, അല്ലെങ്കിൽ അരി ഒന്ന് ഒട്ടിപ്പിടിക്കും. നമ്മൾ ഇലയിലെല്ലാം ചെയ്യുന്നതെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ വെച്ചിട്ടാണ് ഇങ്ങനെ പരത്തുന്നത്. വലിയ വലിപ്പത്തിലൊന്നല്ല ചെയ്യുന്നത്. ഇതാ ഇങ്ങനെ നമ്മൾ പത്തിലെല്ലാം പരത്തുന്നില്ലേ, അതുപോലെ ഇതാ ഇങ്ങനെ പരത്തിയെടുക്കും. ഇനി ഇതിനകത്ത് നമ്മൾ ഈ ഫില്ലിങ് വെക്കുക. വെളുത്തുള്ളി, മുളകും മീനും എല്ലാം കൂടിയുള്ള ഫില്ലിങ് ഇങ്ങനെ നിറച്ച് കൊടുക്കും. കണ്ടോ, എന്നിട്ട് ഇതിനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കും. കണ്ട, ഇങ്ങനെ പച്ചമുളക് ഇങ്ങനെ വെക്കും. അത് വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, പച്ചമുളകും കറിവേപ്പിലെല്ലാം കൂടിയിട്ട്. സിമ്പിൾ പരിപാടിയാണ്. ഇലയിലും ചെയ്യുമോ ഇത് ഞാൻ സിമ്പിളായിട്ട് നമ്മൾ കടയിൽ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ കുറച്ചും കൂടി വലിപ്പാക്കും. നമ്മൾ വിൽക്കാൻ ചെയ്യുന്നില്ല, അപ്പോൾ കുറച്ചുകൂടി വലിപ്പാക്കും. ഇത് നമ്മൾ കഴിക്കാനാക്കുന്നതുകൊണ്ടാണ് ഇച്ചിരി ചെറുതാക്കിയ. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ വൃത്തിക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പം ഞാൻ കടയിലേക്ക് ആക്കലില്ല, കഴിഞ്ഞ വർഷമായിരുന്നു ആക്കൽ. ഇപ്പം പിന്നെ തനിച്ചായതുകൊണ്ട് നമുക്കെല്ലാം കൂടി ചെയ്യാൻ പറ്റുന്നില്ല. ജ്യൂസും ചായയും കടിയും എല്ലാം കൂടി പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ചായയും കടിയിലൊന്നും നിർത്തി വെച്ചിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ മക്കൾക്ക് ആക്കി കൊടുക്കും. വിശാൽ പിരാഷിനെല്ലാം അത്യാവശ്യം ഇഷ്ടമാണ്. കേട്ടോ, ഉപ്പാക്ക് നല്ല ഇഷ്ടമാണ്. ഇതിപ്പോൾ ഉപ്പാനെ വിളിക്കണം കൊടുക്കാൻ. ഇതുണ്ട, ഉപ്പാക്ക് എൻ്റെ മീനടയിൽ ഭയങ്കര ഇഷ്ടമാണ്. ബിരിയാണി, ഒരു ബിരിയാണി വെക്കും ഞാൻ നല്ല കൊട്ടിട്ടിട്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല പോത്തിൻ്റെ കൊട്ടിട്ടിട്ട് ബിരിയാണിയൊക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻഷാല്ലാ കാണിക്കാം. പിന്നെ അപ്പം നമ്മളെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പം ചെമ്പിൽ ഇനി ഈ ഇല ഒന്ന് വെക്കട്ടെ. അയ്യോ, കൈ പൊള്ളും, നല്ല ആവി വരുന്നുണ്ട്, കൈ പൊള്ളും. അപ്പോൾ ഒന്ന് തീ കുറച്ച് വെക്കാം, അല്ലെങ്കിൽ നമ്മൾ കൈ പൊള്ളും. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ എല്ലാം സെറ്റായിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഇടട്ടെ. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടോ, ഇല വെച്ചിട്ടേ ഇടാവും, അല്ലെങ്കിൽ നമുക്കത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. നല്ല ചൂടുണ്ട്, കൈ കൊള്ളാതെ നോക്കണം. അങ്ങനെയായി. അപ്പോൾ അടുത്ത ഇലയും കൂടി നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അട്ടിയായിട്ട് ഇല വെച്ചിട്ടേ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇത് ഇറച്ചി വെച്ചിട്ടും ചെയ്യും കേട്ടോ. ഞാൻ പിന്നെ അയില വെച്ച് ചെയ്തതാണ്. അയില വെച്ചാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇറച്ചിനേക്കാളും ടേസ്റ്റ് അയില വെച്ചിട്ടായിരിക്കും. അപ്പം ഇനി ലാസ്റ്റ് ഇതുകൂടി വെക്കുന്നുണ്ട്. കണ്ട, ഇനി ഇതൊന്ന് മൂടി വെച്ച് അടച്ചിട്ട് വേറെ നമുക്ക് കാത്തിരിക്കാം. ഗ്യാസിലാണ് വെക്കുന്നത്, വേഗം വെന്ത് കിട്ടും. നമ്മൾ ഇല വെച്ചിട്ട് ചെയ്യുന്നില്ല. ഇല ഇതിൽ പൊതിഞ്ഞ് വെക്കുമ്പോൾ അത്ര പെട്ടെന്ന് വെന്ത് കിട്ടുന്നില്ല, ഒരു നടുവ് വേകാത്ത പോലെയാണ് ഉണ്ടാകുക. ഇത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ എൻ്റെ അട സെറ്റായി വന്നിട്ടുണ്ട്. കണ്ട, ഇനി ഞാൻ വേഗം ഇതൊന്ന് ഫ്രൈ ചെയ്യേണ്ട മസാലയൊക്കെ ആക്കട്ടെ. നമ്മൾ മസാലക്കൂട്ട് തയ്യാറാക്കുന്നുണ്ട്. ഇതിനകത്ത് ചേർക്കുന്നതെന്ന് വെച്ചാൽ മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ഗരം മസാല. ഇത്രയും വേണ്ട, ഓവർ മസാലകളൊന്നും നമുക്ക് വേണ്ട. ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ മേലെ ഒരു പച്ചമുളകൊക്കെ കീറിയിട്ടിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. എൻ്റെ അടുക്കള കാണാൻ നല്ല രസമാണ്. എല്ലാവരും പറയും നിൻ്റെ അടുക്കള കാണാൻ നല്ല രസമാണ്. ചെറിയതാണ്, എൻ്റെ ഹൈറ്റിന് പറ്റിയൊരു അടുക്കളയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇരുന്നിട്ട് തന്നെ പാചകം ചെയ്യാം. കാലൊന്നും കടയിലെ കുറേ സമയം നിൽക്കൊന്നും വേണ്ട. ഞാൻ ഇരുന്നിട്ട് തന്നെ ദോശയും മൊറോട്ടിയും എല്ലാം ചെയ്യുന്നത്. പിന്നെ വേറൊരു അടുക്കളയുണ്ട് അപ്പുറത്ത്, അത് നല്ല ഹൈറ്റിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ അടുക്കള ഭയങ്കര ഇഷ്ടം. ഞാൻ ഇവിടെ നിന്ന് തന്നെ പാചകം ചെയ്യാം. പക്ഷേ പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രം കഴുകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. താണ്ടിട്ടാണ് തട്ടൊക്കെ. ശരിക്കും നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ അധികം ഇവിടെ തന്നെ ഇരിക്കുന്നത്. കണ്ട, നമ്മളെ പാത്രം കഴുകുന്ന തട്ടൊക്കെ ചെറുതാണ്. അത് കുറച്ചും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നിലം ടൈലൊക്കെ വന്ന് പൊന്തി വന്നപ്പോൾ നമ്മൾ നിലം കുറച്ചുകൂടി ആയിട്ട് വന്നു പോയി. അതുകൊണ്ട് തട്ട് വീണ്ടും ഒന്ന് ചെറുതായി. പക്ഷേ എനിക്ക് കറക്റ്റാണ്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. ഞാൻ ഇത് മില്ലിൽ നിന്ന് വാങ്ങുന്നതാണ് ഈ വെളിച്ചെണ്ണ. അപ്പം വെളിച്ചെണ്ണ അത്യാവശ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ട, ഇങ്ങനെ ഒന്ന് മുക്കിയിട്ട് ഫ്രൈ ചെയ്യുക.
ഇതും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം മസാലയായിട്ട് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയാണ് മക്കളെ കളി. വാ, അതൊന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ സ്മെല്ലുണ്ടല്ലോ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് കറിവേപ്പില 2-3 പച്ചമുളകും കൂടി ഇടുവേ. നമ്മളിതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലയും 2-3 പച്ചമുളക് വരില്ല. അപ്പോൾ പച്ചമുളകും കൂടി പൊരിഞ്ഞ് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒന്ന് സെറ്റായി ഫ്രൈ ആയി വന്നിട്ട് നമുക്കൊന്ന് മറിച്ചിടാം. അപ്പം വേണം നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. പച്ചമുളകും കറിവേപ്പിലയും പിന്നെ ആ വെളിച്ചെണ്ണയുടെ ഒരു മണം ഒരു രക്ഷയില്ല ചേട്ടാ. അങ്ങനെ നമ്മളെ മീനട സെറ്റായിട്ടുണ്ട്. മീനട തിന്നിട്ട് എന്താ വരി ഫുള്ളായിട്ട് പറയാൻ പറ്റുന്നില്ല. അടിപൊളിയാണ്. അല്ല ഒന്നും കൂടി ഒരു രക്ഷയില്ല. എനിക്ക് ഈ മീനട കലമുക്കാലും കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചൂട് ചായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇങ്ങനെയെല്ലാം കഴിക്കുമ്പോൾ ചായ ആക്കും. കണ്ട എന്ത് രസമാണ് കാണാനില്ല. നല്ല മസാലയെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒരു കടിയെല്ലാം കഴിക്കുക. പച്ചോളം മീനട എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തുക.